മേഖലയിലെ സംഘർഷാവസ്ഥ. മസ്കത്ത് വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ തിരക്ക്. RBI ഇടപെട്ടു. രൂപയുടെ മൂല്യം വീണ്ടും ഉയർന്നു. റമദാനിൻ രാവിൽ കുരുന്നുകളുടെ ആഘോഷമായി കരൻ കശോ. പൊതുയിടത്ത് മോശം വേഷധാരണം. മുന്നറിയിപ്പുമായി അധികൃതർ. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange. ഗൾഫ് മേഖലയിലെ സംഘർഷാവസ്ഥ തുടരുന്നതിനിടെ മസ്കത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ തിരക്ക് വർദ്ധിച്ചു. മറ്റു GCC രാജ്യങ്ങളിലെ പല വിമാന സർവീസുകളും റദ്ദാക്കിയ സാഹചര്യത്തിൽ ട്രാൻസിറ്റ് യാത്രക്കാർ ഉൾപ്പെടെ നിരവധി പേർ മസ്കത്ത് വഴി യാത്ര തുടരാൻ എത്തുന്നുവെന്നാണ് റിപ്പോർട്ട്. ചെക്ക് ഇൻ കൗണ്ടറുകളിൽ തിരക്ക് അനുഭവപ്പെട്ടെങ്കിലും വിമാന സർവീസുകൾ ഭൂരിഭാഗവും നിശ്ചിത സമയക്രമപ്രകാരം തന്നെ പ്രവർത്തിക്കുന്നതായി അധികൃതർ അറിയിച്ചു. അതേസമയം മാർച്ച് 15 വരെ യാത്ര നിശ്ചയിച്ചിട്ടുള്ളവർക്ക് മാർച്ച് 29 വരെ മറ്റേതെങ്കിലും ദിവസത്തേക്ക് ടിക്കറ്റ് സൗജന്യമായി മാറ്റാനുള്ള ഫ്ലെക്സിബിൾ ബുക്കിംഗ് സൗകര്യം ഒമാൻ എയർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനിടെ ദുബായ്, കുവൈറ്റ് സിറ്റി, മനാമ, ദോഹ, ദമാം, കസബ്, അമ്മാൻ എന്നിവിടങ്ങളിലേക്കുള്ള ചില സർവീസുകൾ താൽക്കാലികമായി റദ്ദാക്കിയതായും എയർലൈൻ അറിയിച്ചു. കഴിഞ്ഞ ദിവസം റെക്കോർഡ് ഇടിവ് രേഖപ്പെടുത്തിയ ഇന്ത്യൻ രൂപയുടെ മൂല്യം വീണ്ടും ഉയർന്നതായി റിപ്പോർട്ട്. ബുധനാഴ്ച $1 92.15 എന്ന നിരക്കിൽ വ്യാപാരം അവസാനിപ്പിച്ച രൂപ വ്യാഴാഴ്ച 91.58 ശക്തമായി തിരിച്ചു കയറി. വ്യാഴാഴ്ച രാവിലെ 91.38 വ്യാപാരം തുടങ്ങിയ രൂപ പിന്നീട് 91.65 വരെ താഴ്ന്നിരുന്നെങ്കിലും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വിപണിയിൽ ഇടപെട്ടതോടെ മൂല്യം ഉയരുകയായിരുന്നു. രൂപയുടെ മൂല്യം ഇടിയുമ്പോൾ RBI ഡോളർ വിറ്റഴിച്ച് വിപണിയിൽ ഇടപെടുന്നത് പതിവാണ്. ഫെബ്രുവരി അവസാനത്തോടെ RBIയുടെ വിദേശ നാണയ ശേഖരം ഏകദേശം $723 ബില്യൺ ആണെന്ന് കണക്കുകൾ പറയുന്നു. അതേസമയം പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ ഇന്ത്യൻ സാമ്പത്തിക രംഗത്തും സമ്മർദ്ദം സൃഷ്ടിക്കുകയാണ്. ക്രൂഡ് ഓയിൽ വില ബാരലിന് $83 വരെ ഉയർന്നതും ഇറാൻ ഹോർമുസ് കടലിടുക്ക് അടച്ചതിനെ തുടർന്ന് എണ്ണ ഗതാഗതം തടസ്സപ്പെട്ടതുമാണ് പ്രധാന കാരണങ്ങൾ. ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ ഏകദേശം 1/5 ഹോർമോസ് കടലിടുക്കിലൂടെയാണ് നടക്കുന്നത്. ഈ പാത ദീർഘനാൾ അടഞ്ഞുകിടക്കുകയാണെങ്കിൽ എണ്ണവില ഉയരാനും രൂപയുടെ മൂല്യം വീണ്ടും സമ്മർദ്ദത്തിലാകാനും സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. റമദാനിന്റെ 15ാം രാത്രിയിൽ ഒമാനിലെ നഗരങ്ങളും ഗ്രാമങ്ങളും കുട്ടികളുടെ പരമ്പരാഗത ആഘോഷമായ കരൻ കശോ ആവേശകരമായി നടന്നു. മനോഹരമായ വസ്ത്രങ്ങൾ ധരിച്ച് കുട്ടികൾ കൂട്ടങ്ങളായി പാട്ടുപാടി വീടുകളിലേക്ക് എത്തി മധുര പലഹാരങ്ങളും സമ്മാനങ്ങളും സ്വീകരിച്ചാണ് ആഘോഷം നടത്തിയത്. മസ്കത്തിലെ മദ്രാസ് സൂഖ് ഉൾപ്പെടെയുള്ള നിരവധി പ്രദേശങ്ങളിൽ ഇഫ്താറിന് ശേഷം തെരുവുകൾ മുഴുവൻ ഉത്സവാന്തരീക്ഷം നിറഞ്ഞു. വീട്ടിലെത്തുന്ന കുട്ടികൾക്ക് ഈത്തപ്പഴം, അണ്ടിപ്പരിപ്പ്, ബദാം, വാൽനട്ട്, ഉണക്കമുന്തിരി തുടങ്ങിയ മധുര പലഹാരങ്ങളും ചെറിയ സമ്മാനങ്ങളും നൽകിയാണ് ആളുകൾ സ്വീകരിക്കുന്നത്. റമദാനിലെ ഐക്യവും പങ്കിടലും പ്രതിഫലിപ്പിക്കുന്ന പാരമ്പര്യാഘോഷമായ കരൻ കശോ അറബ് രാജ്യങ്ങളിൽ വിവിധ രൂപഭാവങ്ങളിൽ ആഘോഷിക്കപ്പെടുന്ന ഒരു സാംസ്കാരിക ആചാരമാണ്. പൊതുയിടത്ത് മോശം വേഷധാരണം. മുന്നറിയിപ്പുമായി അധികൃതർ. പൊതുസ്ഥലങ്ങളിൽ സമൂഹത്തിന്റെ പാരമ്പര്യങ്ങളെയും പൊതുശീലങ്ങളെയും ലംഘിക്കുന്ന രീതിയിൽ അസഭ്യമായി പ്രത്യക്ഷപ്പെടുന്നത് നിയമപ്രകാരം ശിക്ഷാർഹമാണെന്ന് ഒമാൻ പബ്ലിക് പ്രോസിക്യൂഷൻ മുന്നറിയിപ്പ് നൽകി. ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ പൊതുശീല ലംഘനമായി കണക്കാക്കപ്പെടുമെന്നും കുറ്റക്കാരനായി കണ്ടെത്തിയാൽ പരമാവധി 300 ഒമാനി റിയാൽ വരെ പിഴയോ 3 മാസം വരെ തടവു ശിക്ഷയോ ലഭിക്കാമെന്നും അധികൃതർ വ്യക്തമാക്കി. സമൂഹത്തിന്റെ സംസ്കാരവും ആചാരങ്ങളും മാനിച്ച് പൊതുസ്ഥലങ്ങളിൽ ഉത്തരവാദിത്തത്തോടെ പെരുമാറണമെന്ന് അധികൃതർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange.